മലബാറുകാരെ സ്വന്തം മുട്ടമാല ഇന്ന് ഉണ്ടാക്കുന്നുണ്ടത്. അപ്പോൾ ഞാനിവിടെ 25 മുട്ട എടുത്തിട്ടുണ്ട്. 25 മുട്ടൻ്റെ മുട്ടമാല ഉണ്ടാക്കാം. അപ്പോൾ ഇത് മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ എടുക്കുന്ന സമയത്ത് മഞ്ഞ പൊട്ടാനും പാടില്ല, മഞ്ഞ പൊട്ടിയിട്ട് ആ വെള്ളയിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അതുപോലെ 25 മുട്ട നമുക്ക് അങ്ങനെ ആക്കിയിട്ട് എടുക്കാം. പിന്നെ എടുക്കുന്നത് ഞാൻ അരപ്പയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മഞ്ഞയിൽ ഒരു പാടയുണ്ട്, മഞ്ഞയിൽ പാടുണ്ടത് അതിൽ എടുക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരപ്പയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ടത്. അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബോട്ടിൽ ഹോൾസ് ഉണ്ട്, ബോട്ടിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കിയാൽ മതി, വലുതാ ഇപ്പോൾ ഉണ്ടാകും. ഇനി 2 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളം നല്ല തിളപ്പിച്ച് കൊടുക്കണം. പഞ്ചസാര ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മതി, അല്ലാതെ ഒരു നൂൽപ്പരുവ് അങ്ങനത്തെ ഒന്നും വേണ്ട. അതിലേക്ക് നമുക്ക് മുട്ടൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു പഞ്ചസാരയിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരിയിൽ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. മുട്ടൻ്റെ വെള്ളയിൽ അതെല്ലാം വലിച്ചെടുത്തിട്ട് അതിനൊന്ന് എല്ലാം കോരിയിട്ട് ക്ലിയർ ആക്കിയിട്ട് എടുക്കണം. അതിന് ശേഷം നമുക്ക് മുട്ട മാല ഉണ്ടാക്കാം. അപ്പോൾ തിളച്ച് വരുമ്പോൾ മുട്ട മാല ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നല്ല മാല ഉണ്ടാക്കിയിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് കുറച്ച് വെള്ളം തളിച്ചിട്ട് നമുക്ക് ഈ മാലനെ കോരിയെടുക്കാം. അതിന് ശേഷം ആ ചൂടോടെ തന്നെ നമുക്ക് അതിനെ സെപ്പറേറ്റ് ആക്കി ഒരു 2 ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഇത് കിണ്ണത്തപ്പം ഉണ്ടാക്കണം. കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടാക്കിയ മുട്ടൻ്റെ വെള്ളം മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി വയ്ക്കുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പില്ലേ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഏലക്കപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് മുട്ടമാലയും കിണ്ണത്തപ്പവും സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാറുകാരുടെ മുട്ടമാല റെഡി, മസ്റ്റ് ട്രൈ.